കൊച്ചിയിലെ പുതുവത്സര ആഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടവും പോലീസും കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകൾ മറികടക്കാൻ പ്രത്യേക തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. പാപ്പാഞ്ഞി കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ട് സെഗ്മെന്റായി തിരിക്കും. മൈതാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. തലനാരിഴയ്ക്കാണ് പോയ വർഷം ദുരന്തമൊഴിവായത്. 40,000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന പരേഡ് ഗ്രൗണ്ടിൽ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകളിൽ പാഠം ഉൾക്കൊണ്ടാണ് ഇത്തവണ കർശന നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്നത്. പരേഡ് ഗ്രൗണ്ട് 4 സെഗ്മെന്റായി തിരിക്കും. അപകടമുണ്ടായാൽ ആംബുലൻസിന് സഞ്ചരിക്കാൻ പ്രത്യേക വഴി. സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ മിനി ആശുപത്രിയും ഇവിടെ സജ്ജമാക്കും. നമ്മുടെ ആംബുലൻസുകൾക്ക് പോകാനുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള വണ്ടികളും ജനങ്ങളും നിൽക്കാത്ത ഒരു റൂട്ട് തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാട്ടർ ആംബുലൻസിന്റെ ഫെസിലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പല സ്ഥലത്തായിട്ട് എമർജൻസി മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആസ്റ്റർ നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു മിനി ഹോസ്പിറ്റൽ സെറ്റപ്പ് തന്നെ നമ്മൾ അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി 1000-ഓളം പോലീസുകാരെ പരേഡ് ഗ്രൗണ്ടിനും പരിസരത്തും വിന്യസിക്കും. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ 26 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും. ആഘോഷം നടക്കുന്ന വൈകിട്ട് ജങ്കാർ 7 മണി വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. ആഘോഷങ്ങൾക്കു ശേഷം 12 മണിക്ക് സർവീസ് പുനരാരംഭിക്കും. പപ്പാഞ്ഞിയെ കത്തിച്ചതിനു ശേഷം കൂട്ടത്തോടെ ആളുകൾ തിരിച്ചു പോകുന്നത് തടയാൻ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ 1 മണിക്കൂർ നീട്ടാനും തീരുമാനമായി. ലഹരി ഉപയോഗിച്ചെത്തുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെ പ്രത്യേക പരിശോധനയും ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി, അതിന്റെ വിശദാംശങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. കൊച്ചി കാർണിവൽ, കൊച്ചിയിലെ പുതുവത്സര ആഘോഷം, അത് നമുക്കറിയാം, പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരുക്കങ്ങൾ അത് തകൃതിയായി വേണം. പ്രത്യേകിച്ചും ഇപ്പൊ ഡാനി ഈ സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ തലനാരിഴയ്ക്ക് കഴിഞ്ഞ വട്ടമുണ്ടായ ഒരു പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൽദോ, ഗുഡ് മോർണിംഗ്. എൽദോ, നമുക്ക് മുന്നിലുള്ളത് സത്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ദുരന്തം എന്നതിനപ്പുറം കുസാറ്റിൽ സംഭവിച്ച, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച ഇത്രയൊന്നും ആൾ കൂടാത്ത ഒരിടത്ത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരന്തം. അതിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഊർജിതമായ നടപടികളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നടപടികൾ വേണം എന്ന രീതിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ശബ്ദമുയർന്നത്. കഴിഞ്ഞ വർഷമുണ്ടായത് ഈ ഉൾക്കൊള്ളാവുന്നതിനേക്കാളും എത്രയോ അധികം ജനങ്ങൾ അവിടേക്ക് എത്തുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ ഈ പരേഡ് ഗ്രൗണ്ടും പരിസരവുമാണ്. ഏതാണ്ട് 40,000-40,000 പേർക്ക് വന്നു പോകാവുന്ന പരേഡ് ഗ്രൗണ്ടും തൊട്ടടുത്ത പരിസരങ്ങളും എല്ലാം കൂടി ഉൾപ്പെടെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് ഏതാണ്ട് 2 ലക്ഷത്തിലധികം പേരൊക്കെ എത്തിയെന്നാണ് ഏതാണ്ട് അനൗദ്യോഗികമായ കണക്കുകൾ. അതിനുശേഷം അവിടെ ഉണ്ടായത് ഈ കൂട്ടത്തോടെ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അത് വലിയ രീതിയിലുള്ള തിക്കും തിരക്കിലും കലാശിച്ചു. നിരവധി പേരെ പ്രാഥമിക ചികിത്സയ്ക്കായിട്ട് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. ഭാഗ്യം കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് മുന്നിൽ കുസാറ്റ ഉള്ള ഈ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിൽ കൂടുതൽ ഊർജിതമായ നടപടികൾ വേണം എന്ന പ്രത്യേക നിർദ്ദേശം ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞതുപോലുള്ള സൗകര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. തീർച്ചയായും അവിടെ ക്രമീകരണങ്ങൾ ഉണ്ടാകും. കൊച്ചിയിലെ പുതുവത്സര ആഘോഷം വളരെ പ്രധാനപ്പെട്ടതും വളരെ പേരുകേട്ടതുമെല്ലാമാണ്. അവിടേക്ക് ആഘോഷിക്കാൻ വരുന്നവർ ഈ നിയന്ത്രണങ്ങൾക്കകത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടേക്ക് 4 മണി മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടും. 4 മണി എന്നത് പോലീസ് ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രമാണ്. എപ്പോൾ അവിടെ ഒരു ആള് പരേഡ് ഗ്രൗണ്ടും പരിസരം അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പരിസരത്തേക്ക് ഒരു വലിയ രീതിയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവിടേക്കുള്ള പ്രവേശനം നിജപ്പെടുത്തും. 4 മണിക്ക് ശേഷം അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. പിന്നീട് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ 26ഓളം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടേക്ക് കടന്നു പോകാം. പക്ഷെ കടന്നു പോകുന്നതിനും നിയന്ത്രണമുണ്ട്. വലിയ രീതിയിൽ അവിടെ ഒരു ആൾക്കൂട്ടമുണ്ടായാൽ ആ പരിസരത്തേക്ക് കടത്തിവിടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കുന്നത് പലപ്പോഴും വൈപ്പിൻ ഭാഗത്തു നിന്ന് വരുന്ന ജങ്കാറുകളും ബോട്ട് സർവീസുകളുമാണ്. അത് വളരെ പെട്ടെന്ന് പരേഡ് ഗ്രൗണ്ടിനടുത്ത് വന്ന് അവിടെ നിന്ന് നടന്നു പോകാവുന്ന രീതിയിലാണ്. അവിടെ വലിയ നിയന്ത്രണം ഏർപ്പെടുന്നു. കാരണം കഴിഞ്ഞ വർഷം ജങ്കാറിനകത്തേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ വളരെ പേടിയോടെയാണ് ആ ദൃശ്യങ്ങളടക്കം കണ്ടത്. കാരണം അത്ര കണ്ട ആളുകൾ അതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നഗരത്തിലേക്ക് എളുപ്പം എത്താം ഈ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ എന്നാണ്. അവിടെ ഏതാണ്ട് 4 മണിക്ക് ശേഷം അതിലൂടെയും വാഹനങ്ങൾ ഇപ്പുറത്തേക്ക് എത്തില്ല. 7 മണിക്ക് ശേഷം ജങ്കാർ സർവീസ് പൂർണ്ണമായി നിർത്തും. ബോട്ട് സർവീസുകൾ നിർത്തും.
ഇതിനുശേഷം ഈ 12 മണിക്ക് ശേഷം മാത്രം ഇതെല്ലാം പുനരാരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടേക്ക് എത്തുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് കടന്നു വരുന്നതിന് ഏതാണ്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, റോഡ് മാർഗമുള്ളത്. പിന്നീടുള്ളത് ഫെറി വഴിയാണ്, വൈപ്പിൻ വഴി. അപ്പോൾ ഈ പ്രവേശന മാർഗങ്ങളെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തും. പരേഡ് ഗ്രൗണ്ട് വിവിധ സോണുകളായി തിരിച്ച് അതിനകത്ത് ബാരിക്കേഡ് സ്ഥാപിച്ച് അതിനകത്ത് പോലീസ് ഓഫീസർമാരുണ്ടാകും. കൃത്യമായ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ഇവാക്യുവേഷൻ റൂട്ടെല്ലാം വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു മിനി ആശുപത്രി ആ പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു മജിസ്ട്രേറ്റ് അധികാരത്തോടു കൂടി ഒരു ഓഫീസറുടെ സാന്നിധ്യം മുഴുവൻ സമയത്തുണ്ടാകും. വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് 7 ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു കൺട്രോൾ റൂം ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാകും. കാരണം ഇതെല്ലാം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ലഹരി ഉപയോഗിച്ചെത്തുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 1000-ലധികം പോലീസുകാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. പിങ്ക് പോലീസ് അടക്കം സാന്നിധ്യമുണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഒരുക്കുന്നതിനടക്കമുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ മുൻപൊരിക്കലും കൊച്ചി കാണാത്ത രീതിയിൽ ഒരിക്കലും കൊച്ചിയിലേക്ക് നിയന്ത്രണങ്ങൾ കടന്നു വന്നിട്ടില്ല. പപ്പാഞ്ഞിയൊക്കെ എത്തിക്കുന്നു, പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു, ഒരു കുറേയധികം പേർ വരുന്നു, തിരിച്ചു പോകുന്നു എന്ന രീതിയിലാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ മാറുകയാണ്. കൃത്യമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് എല്ലാവിധ സാധ്യതയുമുള്ള ഒരിടം. അതുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഇത്തവണ കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിയന്ത്രണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിലേക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇവിടേക്ക് എത്തേണ്ടവർ അത് മാനിക്കേണ്ടതുണ്ട്. കാരണം വലിയ നിയന്ത്രണങ്ങൾ വേണം. വലിയ രീതിയിൽ ജനമൊഴുക്കുണ്ടായാൽ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണങ്ങളോടുകൂടി 2024 വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത്. എൽദോ, ഡാനി, എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി അറിയണം. ഒന്ന്, ഈ 40,000 പേർക്ക് മാത്രമാണ് അവിടെ ഒരു സാധ്യതയുള്ളതെന്ന് പറയുന്നു. ഇപ്പോൾ ഡാനി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ എത്തിയെന്ന്. അപ്പോൾ ഈ ബാക്കി ഉറപ്പായും ഇത്രയും ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയില്ല. ഇവരെ എങ്ങനെ തടയും എന്നുള്ളതാണ്. ഈ എത്തുന്ന ആൾക്കാരെ തിരിച്ചയക്കുക എന്നുള്ളത് അതൊരു സാധ്യമായിട്ടുള്ള കാര്യമാണോ? ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഫോർട്ട് കൊച്ചി മാത്രമല്ല, ഫോർട്ട് കൊച്ചിക്കപ്പുറം കൊച്ചിയിൽ ഇപ്പോൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഒരുപാട് DJ പാർട്ടികളൊക്കെ നടക്കാറുണ്ട്. പതിവായി ഒരുപാട് ലഹരി പരിശോധനകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സജ്ജീകരണമൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഡാനിയുടെ പ്ലാൻ എന്താണ് ന്യൂ ഇയറിന്? ആദ്യം അത് എൻ്റെ പ്ലാൻ പറഞ്ഞേക്കാം. കാരണം തീർച്ചയായും അവിടെ ഉണ്ടാകും, റിപ്പോർട്ട് ചെയ്യുക എന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളടങ്ങുന്ന ഒരു വാർത്താ സംഘം അവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ ഒരു ന്യൂ ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി മറ്റ് പദ്ധതികളിലേക്ക് വരികയാണെങ്കിൽ അവിടെ പോലീസ് ഓരോ റോഡിലും ബാരിക്കേഡ് എല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഓരോ ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ ഓരോ ചെക്കിംഗ് പോയിന്റ് എന്ന രീതിയിൽ തന്നെയാണ്. അവിടെ അവർ ഏതാണ്ട് പോലീസിന് അതിൻ്റെ അവിടേക്ക് ഉൾക്കൊള്ളാവുന്ന ഒരാളുകളുടെ എണ്ണം കാര്യങ്ങൾ ഇതിലെല്ലാത്തിലേക്കും വന്നാൽ അവിടേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഫോർട്ട് കൊച്ചിയിൽ പലയിടങ്ങളിലും ഇത്തരം ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഹോട്ടലുകളിലടക്കം കൃത്യമായ പരിശോധനകളുണ്ടാവും, DJ പാർട്ടികളിൽ പരിശോധന ഉണ്ടാവും. ഒപ്പം തന്നെയും ഒരു വികേന്ദ്രീകരണം ഇക്കാര്യങ്ങൾ ഇത്തരം ആഘോഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. കാരണം വലിയ രീതിയിൽ തന്നെ വെളി ഗ്രൗണ്ട് നമുക്കറിയാം, എൽദോയ്ക്കും അറിയാം. ഇവിടേക്ക് പോകുമ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അതിലുള്ള ആദ്യത്തെ വെളി ഗ്രൗണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫോർട്ട് കൊച്ചി കടപ്പുറത്തേക്കിൻ്റെ ഭാഗത്തേക്കെല്ലാം തന്നെ പോകുന്നത്. ആ വെളി ഗ്രൗണ്ടിലും വലിയ രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങൾ ആഘോഷ പരിപാടികൾക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് വരികയാണെങ്കിൽ തിരിച്ച് ഇവിടെ ആകാം. അതോടൊപ്പം തന്നെ ദർബാർ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾ, അങ്ങനെ പല രീതിയിലും ആഘോഷിക്കപ്പെടാം. ഫോർട്ട് കൊച്ചി എന്നത് അതിൻ്റെ ഒരു പേരിൽ നേരത്തെ ആഘോഷിക്കുന്ന രീതിയിൽ അവിടെ പപ്പാഞ്ഞിയെ കത്തിക്കുന്നു, ഒരു പ്രതീകാത്മകമായി പോയ വർഷത്തിന് വിട നൽകുന്നു എന്ന രീതിയിലെല്ലാമാണ്. അങ്ങനെ ആ ഒരു പേരിലാണ് അവിടെയൊക്കെ കൂടുതൽ പേരെത്തുന്നത്. പക്ഷേ എന്തിൻ്റെ പേരിലായാലും അവിടെ വലിയ രീതിയിലേക്കൊരു തിരക്കുണ്ടാകാൻ അനുവദിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടേക്ക് ആഘോഷത്തിന് വേണ്ടി എത്തുന്നവർ കുറച്ചുകൂടി നേരത്തെ എത്തുക. കാരണം അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉച്ചയ്ക്ക് ശേഷം വലിയ നിയന്ത്രണങ്ങളിലേക്ക് വരും. 4 മണിക്ക് ശേഷം വാഹനങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് കടത്തിവിടില്ല. അതിനുശേഷം അവിടേക്ക് ഉൾക്കൊള്ളാവുന്ന ഒരാളുകൾ, കാരണം ഫോർട്ട് കൊച്ചിയും അതിൻ്റെ പരിസരങ്ങളും ചെറിയ ചെറിയ റോഡുകളാണ്, ഇടുങ്ങിയ റോഡുകളാണ് ഇവിടേക്ക് ചെന്നെത്തുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ താരതമ്യേന പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വലിയ രീതിയിലേക്ക് ഈ ക്രൗഡെല്ലാം തന്നെ 12 മണിയാകുമ്പോഴേക്കും പരേഡ് ഗ്രൗണ്ടിലേക്ക് കേന്ദ്രീകരിക്കും. അവിടേക്ക് ഒരു വലിയ രീതിയിൽ ഒരു ആൾക്കൂട്ടമായാൽ പിന്നെ ഇവിടെ ഈ പരിസരത്തേക്ക് ആളെ കയറ്റിവിടുന്നത് കുറവാണ്. പാർക്കിങ്ങിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
സൈഡ് റോഡുകളിൽ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞ ആൾക്കാർ കൂട്ടത്തോടെ പോകുമ്പോൾ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ്. കാരണം പോയ വർഷമെല്ലാം മണിക്കൂറുകൾ കൊണ്ടാണ് ഏതാണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തോപ്പുംപടി പാലത്തിലേക്ക് എത്താൻ 2 മണിക്കൂറിലധികം വേണ്ടി വന്നു വാഹനത്തിൽ എത്തുന്നതിന്. കാരണം അത്രത്തോളം ട്രാഫിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ആഘോഷങ്ങളെ ബാധിക്കാതിരിക്കുക എന്നത് ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് അവിടെ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ നിയന്ത്രണങ്ങൾക്കകത്ത് തന്നെയായിരിക്കും ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളെന്ന് വീണ്ടും വീണ്ടും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം അത് ഇത്തരം വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന ഈ ആഘോഷത്തിന് വേണ്ടി എത്തുന്നവർ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും. ശരി ഡാനി, എന്തായാലും ഡാനിക്ക് എല്ലാവിധ പുതുവത്സര ആശംസകളും നേരുന്നു.